ഞാൻ ബംഗാളിലെ മാൾഡ ജില്ലയിലുള്ള കലിയാജക് എന്ന സ്ഥലത്താണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സംഘർഷങ്ങളിലൊന്നിന് വേദിയായ ഒരു സർക്കാർ ഓഫീസിലാണിത്. ഇപ്പോൾ ഇത് കലിയാജക്കിലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസാണ്. യഥാർത്ഥത്തിൽ ഇത് മൊത്താബാരി എന്ന സ്ഥലമാണ്. ഇവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തതിനെതിരെ ഒരു പ്രതിഷേധം നടന്നിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് വൻതോതിൽ പേരുകൾ വെട്ടിമാറ്റിയതിനെതിരെ പ്രതിഷേധിച്ച് ഒരു ജനക്കൂട്ടം ഈ ഓഫീസിൽ അതിക്രമിച്ചു കയറിയപ്പോൾ അത് 9 മണിക്കൂർ നീണ്ട ബന്ദി പ്രതിസന്ധിയിലേക്ക് വളർന്നു. കുറഞ്ഞത് 7 ജുഡീഷ്യൽ ഓഫീസർമാരെങ്കിലും, അവരിൽ 3 പേർ സ്ത്രീകൾ, ഈ ഓഫീസിനുള്ളിൽ കുടുങ്ങി. ഇപ്പോൾ അർദ്ധരാത്രിയോടെ കേന്ദ്രസേനയ്ക്ക് യഥാർത്ഥത്തിൽ വന്ന് ഈ ഉദ്യോഗസ്ഥരെ രക്ഷിക്കേണ്ടി വന്നു, അതും ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഇടപെട്ടതിന് ശേഷം. ഇപ്പോൾ ഇത് ബംഗാളിൽ ഒരു വലിയ രാഷ്ട്രീയ സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കപ്പുറം സുപ്രീം കോടതിയും ഇതിലിടപെട്ടിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നു. മുഖ്യ സൂത്രധാരനെന്ന് ആരോപിക്കപ്പെടുന്നയാൾ ഉൾപ്പെടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ബംഗാളിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പഴിചാരലാണ് ഏറ്റവും മുകളിൽ നിന്ന് തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് തൃണമൂൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി. മമതാ ബാനർജിയും അവരുടെ പാർട്ടിയിലുള്ളവരും ഇവിടെ നടന്ന അക്രമത്തിന് കാരണം BJPയുടെ B ടീമുകളും C ടീമുകളുമാണെന്ന് പറഞ്ഞ് തിരിച്ചടിച്ചു. മാൾഡയിൽ സംഭവിച്ചത് TMCയുടെ ധാർഷ്ട്യം മാത്രമല്ല, ഈ നിർദ്ദയ സർക്കാരിന്റെ പ്രായോജിത മഹാജംഗിൾ രാജാണ്. ഈ TMC നീതിയുടെ പിടിമുറുകുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ കഴുത്തുഞെരിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. മോദിജി, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്? മാൾഡേക്കുള്ളിൽ എന്ത് പ്രശ്നമുണ്ടായോ അത് നിങ്ങളുടെ BC ടീമുകൾ ചെയ്തതാണ്. അതിനെ AIMIMലെ ആളെ പിടികൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരെയും മാറ്റിയിരിക്കുന്നു. മാൾഡയിലെ എല്ലാ കുതന്ത്രങ്ങൾക്കും BJPയും കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമാണ് ഉത്തരവാദികൾ. രണ്ടാമതായി, നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടെങ്കിൽ അത് അമിത്ഷാ കാരണമാണ് നടക്കുന്നത്. അയാളെ പുറത്താക്കൂ, പിരിച്ചുവിടൂ. പിന്നെ മൂന്നാമതായി, ഈ ഡെമോഗ്രഫി മാറുന്നത് നിങ്ങൾ ബീഹാറിൽ നിന്നുള്ള ആളുകളെ ബംഗാളിൽ കൊണ്ടുവന്ന് വോട്ടർമാരാക്കുന്നത് കൊണ്ടാണ്. ഉടൻ തന്നെ ഇതെല്ലാം നിർത്തുക, നുണ പറയുന്നത് അവസാനിപ്പിക്കുക. പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് കേൾക്കുന്നത് നല്ലതായി തോന്നുന്നില്ല. എന്നാൽ ഈ രാഷ്ട്രീയ പഴിചാരലുകൾക്കും BJPയും TMCയും പരസ്പരം നടത്തുന്ന ഈ ആക്രമണങ്ങൾക്കും അപ്പുറം താഴെത്തട്ടിൽ പ്രകടമായ രോഷമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് ട്രൈബ്യൂണലുകൾക്ക് മുൻപാകെ അപ്പീലുകൾ ഫയൽ ചെയ്യാൻ പോകേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളതും ആ സംഭവം യഥാർത്ഥത്തിൽ നടന്നതുമായ മോദബാരിയിലും പരിസരത്തുമുള്ള ഗ്രാമങ്ങളിൽ നിങ്ങൾ പോയാൽ ഈ മുഴുവൻ പ്രക്രിയയിലും വലിയ നിരാശ കാണാൻ സാധിക്കും. കാരണം ചില വീടുകളിൽ ചിലർ ലിസ്റ്റിലുണ്ട്, മറ്റു ചിലരുടെ പേരുകൾ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നതിനാൽ അവർ ദേഷ്യത്തിലാണ്. ഈ അവസ്ഥയിൽ അവർ നിരാശരുമാണ്. എന്റെ വോട്ട് ശരിയാണ്, നല്ലതാണ്, ഇപ്പോൾ ഒന്നും വരുന്നില്ല. എന്റെ മകനും മകളും ഭാര്യയും മകളുമുണ്ട്, ആരുമില്ല. എവിടെന്നാ വന്നത്? ഞാൻ മാൾഡ. എന്റെ മക്കള് എവിടെന്ന് വന്നു? ഞാൻ രാജ്യത്ത് താമസിക്കും, മാൾഡയിൽ. ഞാനും എന്റെ മക്കളും പൗരന്മാരായിരിക്കുമോ? എവിടെ പോകും? ഇത് തന്നെയാണ് പേടി. ഇത് തന്നെയാണ് ഞെടുക്കുന്നത്. റൈറ്റ്, മുഴുവനായിട്ട് റൈറ്റ്. ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എന്താ നിങ്ങൾ ഇത് എന്ത് കടലാസാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾ എന്തോ പറയുന്നുണ്ടായിരുന്നു, പറയൂ. ഞാൻ എന്താണ് ഈ നിവർത്തുന്നത്? ഞാൻ എന്റെ വംശചരിത്രവുമായി വന്നതാണ്. എന്റെ മുതുമുത്തച്ഛനിൽ നിന്ന് കിട്ടിയതാണ്. അതെ അതെ, അതിന്റെ ഇതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നുണ്ടാക്കിയതാണ്. ഫാമിലി ചാർട്ടാണോ? അതെ, മുഴുവൻ ഫാമിലി ചാർട്ടാണ്. മുതുമുത്തച്ഛന് വേണ്ടി. അതെ അതെ, ഇത് നോക്കൂ, ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഇത് നോക്കൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇത് ഉണ്ടാക്കിയത്? ഇതെന്തിനാ ഉണ്ടാക്കിയത്? അയാൾ പറയുന്നത് മുതുമുത്തച്ഛന്റെ കാലം മുതലുള്ള നിങ്ങളുടെ ഖാദിയാൻ, ധോലി അതൊക്കെ നോക്കേണ്ടി വരുമെന്നാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ മനുഷ്യരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എല്ലാ ലൈനിലും പോയി നിന്നിട്ട്. ഞാൻ വല്ലതും സമ്പാദിച്ചാലേ കഴിക്കൂ, സമ്പാദിച്ചില്ലെങ്കിൽ എങ്ങനെ കഴിക്കും? എല്ലാ ദിവസവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ പിന്നെ എങ്ങനെയാ കുടുംബത്തിന് ഉപജീവന മാർഗം കിട്ടുമോ? ഭരണഘടന അനുസരിച്ച് എല്ലാവരുടെയും സമരം ന്യായമാണ്. അതൊരു ന്യായമാണ്. കാരണം എല്ലാവരും ഇവിടുത്തുകാരാണ്. അപ്പോൾ അതിനുവേണ്ടി അവന് സ്വന്തമായിട്ട് സമരം ചെയ്യാൻ കഴിയില്ല.
സമരം ചെയ്യാൻ കഴിയില്ലെന്ന് ഇവിടെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അങ്ങനെ ആളുകളെല്ലാം അവരുടെ വോട്ടിന് വേണ്ടി പോയപ്പോൾ ഒരു അപകടമുണ്ടായി. ആർക്കറിയാം? മുൻകൂട്ടി വിലാസം അറിയാമായിരുന്നെങ്കിൽ ആരെങ്കിലും പോകുമായിരുന്നു, അങ്ങോട്ട് പോകില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരേ ഒരു പ്രശ്നം, ഞങ്ങളുടെ 3 വോട്ട് രണ്ട് വോട്ട് അനുവദിച്ച് കിട്ടി. അതെ. ഞങ്ങളുടെ പാചയുടെ വോട്ട് കുടുങ്ങിപ്പോയി. നോക്കൂ, ഞങ്ങൾ പണിയെടുക്കുന്നു, കഴിക്കുന്നു. ഞങ്ങൾക്ക് കടലാസിന്റെയും പേനയുടെയും കാര്യം എന്തറിയാം? അതുപോലെ ആ BLO ഞങ്ങളുടെ ഇവിടെ എഴുതി ഡബിൾ ഇത് കൊടുത്തിട്ട് ഞങ്ങളുടെ ഭാര്യയുടെ പേര് എഴുതി. അത് കാരണം ഇത് തടസ്സപ്പെട്ടു പോയി. അപ്പോൾ തെറ്റ് ആര് ചെയ്തു? ആ BLO ആണ് ചെയ്തത്. ഞങ്ങൾ അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ പാടത്ത് പണിയെടുക്കും, വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കും. ഇവിടെ ബംഗ്ലാദേശിൻ്റെ ഒരു വോട്ടുമില്ല. 4 തലമുറ 5 തലമുറയായി ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇവിടെ താമസിച്ചു വരുന്നു. അപ്പോൾ ആരുടെ വോട്ടാണോ വെട്ടിപ്പോയത് അയാളുടെ അച്ഛൻ്റെ പേരുണ്ട്, മുത്തച്ഛൻ്റെ പേരുണ്ട്, മുതുമുത്തച്ഛൻ്റെ പേരുണ്ട് വോട്ടർ പട്ടികയിൽ. അതെ. 85-ൽ പോയാലും ഉണ്ട്, 90-ൽ പോയാലും ഉണ്ട്. അയാളുടെ വോട്ട് എങ്ങനെ വെട്ടിക്കളയും? ഇന്നലെ ഞാനൊരു കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയായിരുന്നു, ആരുടെ എല്ലാം വോട്ട് വെട്ടിപ്പോയോ അവരെല്ലാം ബംഗ്ലാദേശികളാണെന്ന്. ഇല്ല, ബംഗ്ലാദേശികൾ ഇവിടെ ഒരെണ്ണം പോലും ഇല്ല. നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ദലാൽ ഞങ്ങളുടെ പേരുണ്ട് 2002-ൽ, ഞങ്ങളുടെ അച്ഛൻ്റെ പേരുണ്ട്, ഞങ്ങളുടെ മുത്തച്ഛൻ്റെ പേരുണ്ട്, മുതുമുത്തച്ഛൻ്റെ പേരുണ്ട്. ഞങ്ങളുടേത് വെട്ടിപ്പോയാൽ പിന്നെ ഞങ്ങൾ എവിടുന്ന് ബംഗ്ലാദേശികളാവും? പറ. ഇപ്പോൾ ഇതെപ്പോൾ തുടങ്ങിയോ ചങ്ങാതി, അന്ന് മുതൽ ഞങ്ങൾ വരിയിലാണ്. ചിലപ്പോൾ ഹിയറിങ്ങിന് പോകണം, നോട്ടീസിനായി പോകണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രിബ്യൂണൽ ഇതിനു വേണ്ടിയും വരിയിൽ പോകേണ്ടി വരുന്നു. ഇപ്പോൾ ഈ കടലാസ് എടുക്കും, ആ കടലാസ് ഞങ്ങളുടെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ലഭിക്കാൻ എന്ത് സാധനം തരണമെന്ന് പോലും അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇന്ന കുറവുണ്ട്, അതുകൊണ്ട് ഈ കാരണം കൊണ്ടാണ് നിങ്ങളുടെ പേര് വെട്ടിയത് എന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ ശബ്ദങ്ങളുടെ ഉടമകളായ പലർക്കും വരാനിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം വോട്ടർ പട്ടിക ഇതിനകം മരവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മാൾഡയും കാളിയാജക്കും ആ വോട്ടിംഗ് പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ ജില്ലാ ഭരണകൂടത്തിനുള്ള വെല്ലുവിളി ക്രമസമാധാനം നിലനിർത്തുക എന്നത് മാത്രമല്ല, ജനാധിപത്യ പ്രക്രിയയിൽ ധ്രുവീകരിക്കപ്പെട്ട ഒരു വോട്ടർ സമൂഹത്തിന്റെ വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നതും കൂടിയായിരിക്കും.